ആ സത്യം Wait. Not between this. I'm going away. Please. Not between this. Let me finish this. അപ്പോൾ ആ സത്യം വേറിലുണ്ടായിരുന്നു. ആ സത്യം തൃശ്ശൂരിലെ ജനങ്ങൾ, ഞാനവരെ പ്രജാദൈവങ്ങളെന്ന് ആണ് ഇപ്പോൾ വിളിക്കുന്നത്. ആ പ്രജാദൈവങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു. വഴിതെറ്റിക്കാൻ നോക്കിയിടത്തൊന്നും അവരുടെ പ്ലീസ് അവരുടെ മനസ്സിനെയും അവരുടെ തീരുമാനങ്ങളെയും ഒക്കെ വഴിതെറ്റിച്ചു വിടാനും വക്രവഴിക്ക് തിരിച്ചു വിടാനും നോക്കിയിടത്തുനിന്ന് ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എൻ്റെയും എന്നിലൂടെ എൻ്റെ രാഷ്ട്രീയ കക്ഷിയിലേക്കും അവരുടെ നിശ്ചയങ്ങൾ തിരിച്ചു വിട്ടെങ്കിൽ ഇത് അവർ നൽകുന്ന അനുഗ്രഹം കൂടിയാണ്, വലിയ അനുഗ്രഹമാണ്. കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു വളരെ പ്രത്യേകതരമായ ഒരു ഡെമോഗ്രാഫിക് ടെറൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കറിയാം. ഇതൊരു അതിശയം എന്ന നിലയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാലും ഈ അതിശയം ഇമ്മിനൻ്റായിരുന്നു. അതൊരു സ്റ്റോം പോലെ കഴിഞ്ഞ് 21-ന് ശേഷം കുറഞ്ഞു കൂടിയതാണ് ഇന്ന് പെയ്തിറങ്ങുന്നത്. എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത്. എനിക്കെൻ്റെ കളിയാട്ടം നാഷണൽ അവാർഡ്, എനിക്കെൻ്റെ മക്കൾ, എനിക്കെൻ്റെ കുടുംബം, ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ്. പക്ഷേ ആ അനുഗ്രഹം എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽ എത്ര ഘനത്തിലുള്ള വൃഷ്ടിയാണ് നടക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുകയാണ്. അവർ മൂലം മാത്രമാണിത് സാധ്യമായിരിക്കുന്നത്. അവരെ ഒരുപക്ഷെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുത്ത് 1200 ചില്ലുവാനം ബൂത്തുകൾ, ആ ബൂത്തുകളിലെ മുഴുവൻ പ്രവർത്തകരല്ല, ആ ബൂത്തുകളിലെ വോട്ടർമാരടക്കം പ്രചരണത്തിനിറങ്ങി. എറണാകുളത്തുനിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഒരുപാട് അമ്മമാർ വന്നവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. മുംബൈയിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് എത്രയോ വ്യക്തികൾ, 1000 പേരെങ്കിലും ഉണ്ടാകും. ഈ 42 ദിവസവും എൻ്റെ പ്രയത്നത്തിനിടയ്ക്ക് അവരാണ് സത്യത്തിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാട്ടിയത്. കാരണം അവരാരാണെന്ന് തെര്യപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ അവരുടെ പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അതിന് വലിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടോ അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു 100 ഇരട്ടിയായി. സുരേഷ് ഗോപിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. തൃശ്ശൂരിൽ വിജയശ്രീലാളിതനായ സുരേഷ് ഗോപി ആഹ്ലാദചിത്തനായിട്ടാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. പ്രേക്ഷകരെ, നമ്മളറിയേണ്ട വാർത്ത പക്ഷേ അതല്ല. ഇപ്പോഴത്തെ വാർത്ത തരൂരിൻ്റെ ലീഡാണ്. 15,000 കടന്നിരിക്കുന്നു ശശി തരൂരിൻ്റെ ലീഡ്. 15,100 വോട്ടുകൾക്കാണ് ഇപ്പോൾ ശശി തരൂർ ലീഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. 3 മണ്ഡലങ്ങളിലാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷയർപ്പിച്ചത്. തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, ഈ 3 മണ്ഡലങ്ങളും എണ്ണിത്തീരുമ്പോഴാണ് 15,000. ഇനി തരൂര് പിന്നോട്ട് പോക്കില്ല. തരൂര് വെച്ച കാലം മുന്നോട്ട് തന്നെ. തരൂർ ഉറപ്പിച്ചു. തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരന്റെ താമര.